ഓ, എന്തൊരു തണുപ്പാണ്, നശിച്ച തണുപ്പ്. വാസ്തവം പറഞ്ഞാൽ ഈ ന്യൂയോർക്ക് മേഖലയിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു പതിവില്ലാത്തൊരു കാര്യമാണ്. തണുപ്പ് വരും, കടുത്ത തണുപ്പും മൈനസും ഒക്കെ വരും. 2 3 ദിവസം നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിതി അങ്ങ് മാറും. ഇതിപ്പം ആഴ്ചകളായി, പിന്നെ 1 2 ആഴ്ചയോളമായി, ഇനി 1 2 ആഴ്ച കൂടി ഇത് തുടരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കടുത്ത തണുപ്പ് വന്നു കഴിഞ്ഞാൽ ആളുകൾ മൊത്തത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും. നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ആകപ്പാടൊരു ഡിപ്രസ്ഡ് മൂഡ്. ഈ പിന്നെ മൂടിക്കെട്ടിയ ആകാശമാണെങ്കിൽ ഇപ്പം 1 2 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്, പക്ഷേ ചൂട് കുറച്ച് കുറവാണെങ്കിലും പിന്നെ നാട്ടിലെ കണക്ക് വെച്ച് 2 ഡിഗ്രി 3 ഡിഗ്രി എന്നൊക്കെ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. അമേരിക്കയിൽ ഈ 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ 1 ഡിഗ്രി 2 ഡിഗ്രി ആ രീതിയിൽ അവിടെയുള്ളവർക്ക് കാണാം. പക്ഷേ എന്നാൽ പോലും കടുത്ത തണുപ്പ് നമ്മളെ അലോസരപ്പെടുത്തുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകളെയും നമ്മുടെ മൊബിലിറ്റിയെയും എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്ന് പെട്ടെന്നൊന്ന് പോകുക എന്ന് പറഞ്ഞാൽ അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ വാരാന്ത്യത്തിലും സ്നോ ഉണ്ടെന്ന് പറയുന്നു, ഒറ്റപ്പെട്ട സ്നോയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് 18-ാം തീയതി വരെ സ്നോയുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്നോയൊക്കെ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിലിരിക്കുന്ന ആളുകൾക്കിപ്പം പിന്നെ ന്യൂയോർക്ക് ഈ മേഖല കണ്ടാൽ, ഇപ്പം ഞാൻ ന്യൂയോർക്കിനെ പറ്റി പറയുന്നത്, ന്യൂയോർക്കിനേക്കാൾ കൂടുതൽ സ്നോ വരുന്ന സ്ഥലമാണ് ഷിക്കാഗോ. പക്ഷേ അവിടുന്ന് ഒരു പരാതിയൊന്നും കാണുന്നില്ല. കാരണം സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം ടൊറൻറ്റോയിലുണ്ട്. ടൊറൻറ്റോയും ന്യൂയോർക്കൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഇപ്പം ന്യൂയോർക്ക് മേഖലയൊക്കെ കണ്ടാൽ നമ്മൾ ഉത്തരധ്രുവത്തെപ്പറ്റി നമുക്കൊരു സങ്കല്പമുണ്ട്, മഞ്ഞ് മൂടി കിടക്കുന്ന, അല്ലെങ്കിൽ ഹിമാലയ പർവ്വതത്തെപ്പറ്റി ഒരു സങ്കല്പമുണ്ട്, എവറസ്റ്റ് കൊടുമുടി ആ മഞ്ഞ് മൂടി കിടക്കുന്ന ആ അവസ്ഥയിലാണ് ന്യൂയോർക്ക് മുഴുവൻ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നു, മല പോലെ സ്നോ കിടക്കുന്നു. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ ഒരു മല പോലെയാണ് കിടക്കുന്നത്, പിന്നെ ഈ ഡ്രൈവ് വേയിൽ നിന്നൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഡൗണായി പോകുന്നു. പിന്നെ എന്തായാലും അത്ര ഡൗൺ ആവേണ്ടതില്ല. പിന്നെ നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഈ പിന്നെ സ്നോയെ നേരിടാനായിട്ട്. പ്രത്യേകിച്ച് ഇതുവരെ കറണ്ട് കാര്യമായിട്ട് ഞങ്ങളുടെ ഒന്നും പിന്നെ ഭാഗങ്ങളിൽ കറണ്ടൊന്നും പോയിട്ടില്ല. കറണ്ടൊക്കെ പോകുമ്പോഴാണ് പേടിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ ഈ പൈപ്പ് പൊട്ടിയാൽ വെള്ളം വീടിനെ ഡാമേജ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൈപ്പ് പൊട്ടുന്ന അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും ആ ജനജീവിതത്തെ അങ്ങ് ബാധിച്ചിരിക്കുന്നു. എല്ലാവരും വീടിനുള്ളിൽ പിന്നെ ചുരുങ്ങിയിരിക്കുന്നു. ഈ പുറത്തേക്ക് പോകാനോ പുറത്തേക്ക് ഇറങ്ങാനോ താല്പര്യം കാണിക്കുന്നില്ല, പിന്നെ താല്പര്യം ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ ഇങ്ങനെ കൂനിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഈ കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്നത്? നല്ല പിന്നെ എന്താ പറയുക, നമുക്ക് ഈ മലയാളി അച്ചായന്മാർക്കൊക്കെ പിന്നെ ഈ പിന്നെ നല്ല സ്പിരിറ്റഡ് ആണല്ലോ നമ്മുടെ ആളുകൾ സാധാരണ നിലയിൽ. അതുമൊരു പിന്നെ തണുപ്പിനെ നേരിടാനുള്ള ഒരു ആയുധമായിട്ട് കണക്കാക്കാമെന്ന് തോന്നുന്നു. എങ്ങനെ വന്നാലും ഈ തണുപ്പിനൊരു സുഖവുമില്ല. ഇത്രയും വലിയ തണുപ്പ് നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ 65 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തണുപ്പ് വരുന്നതെന്നാണ് പറയുന്നത്. നേരെ സ്നോയൊക്കെ ഇതിനു മുമ്പ് ഇതുപോലെ 30 വർഷം മുമ്പൊക്കെ ഇതുപോലെ സ്നോ ഉണ്ടായെന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇത്രയും തണുപ്പ് പിന്നെ ഉണ്ടായതായിട്ട് ഓർക്കുന്നില്ല. തണുപ്പുണ്ടായെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിലും 2 3 അല്ലെങ്കിൽ 3 4 ദിവസം കഴിയുമ്പോൾ അതങ്ങ് തീരുന്നു. അത് പിന്നെ സാധാരണ ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. ഇതിപ്പോൾ ഇത്രയധികം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ പിന്നെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ 16 പേരോ മറ്റോ മരിച്ചു. ഈ പിന്നെ വീടില്ലാതെ പിന്നെ വഴിയോരങ്ങളിലൊക്കെ കഴിയുന്നവരാണ്. അതിൽ 13 പേര് തണുപ്പ് കൊണ്ട് ഹൈപ്പോതെർമിയ ബാധിച്ചു കഴിഞ്ഞാൽ, തണുപ്പങ്ങോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ശരീരം പ്രവർത്തിക്കാതാകും, ശരീര അവയവങ്ങളൊക്കെ പ്രവർത്തിക്കാതാകും, അങ്ങനെ മരിച്ചു പോവും. പിന്നെ 3 പേര് പിന്നെ ഓവർഡോസ് കൊണ്ടാണ് മരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും വഴിയിലൊക്കെ ആളുകൾ താമസിക്കുന്നു എന്നുള്ളതും ദുഃഖകരമാണ്. അതിനൊക്കെതിരെ മേയർ മാംദാനിയൊക്കെ ശക്തമായ നടപടികളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. പിന്നെ സന്തോഷകരമായൊരു കാര്യം. കാരണം മാംദാനി ഈ കടുത്ത സ്നോയെ നേരിട്ട രീതിയെ നല്ല രീതിയിലാണ് നിഷ്പക്ഷ പത്രങ്ങളൊക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കും അദ്ദേഹത്തിനൊരു കുറ്റം കണ്ടുപിടിക്കാനില്ല. പിന്നെ അദ്ദേഹവും കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ തണുപ്പിനൊരു മാറ്റം വരട്ടെ. നമ്മൾ ഈ തണുപ്പിൽ ഇങ്ങനെ ഇരുന്ന് പിന്നെ എന്താ പറയുക, കൂനിക്കൂടിയിരുന്ന് ആകെ ഒരു അസ്വസ്ഥത, ആകെ ഒരു ഡിപ്രഷൻ. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം, ഏറ്റവും വലിയ പ്രോമിസ് ഉണ്ട്, ഇഫ് ദ വിൻ്റർ കംസ് ക്യാൻ ദ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ്. പിന്നെ ഈ ഇത്രയും വലിയ വിൻ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പ്രിങ് അത്രയധികം അകലമാകുമോ? 6 ആഴ്ച കൂടിയൊക്കെ കഴിഞ്ഞാൽ, പിന്നെ 1 1/2 മാസം കൂടിയൊക്കെ കഴിഞ്ഞാൽ സ്പ്രിങ്ങും വരും. നമുക്കറിയാം, ആ കേരളത്തിലെ ക്രൈസ്തവ ഗാനം എന്താ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഈ തണുപ്പും
പിന്നെ എന്നും നിലനിൽക്കാൻ പോകുന്നില്ല, ഏതാനും ദിവസം കൂടി അതൊന്ന് സഹിച്ചു കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എന്തായാലും നമുക്ക് സഹിക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല, ഓടിപ്പോകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല.